ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ സതി വില്ലേജിലെ കോൽസായി കസാക്ക് വില്ലേജ് ഹോം സ്റ്റേയിലാണ്. ഈ വുഡൻ ഹൗസിലാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ചത്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട് പുറത്ത്. ഞങ്ങൾ ഒരു മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ ഒപ്പം അർജുനുണ്ട്. രാവിലെ ഫഹീം ഒറ്റയ്ക്ക് പോയി പട്ടി ഓടിച്ചിട്ട് ഇതൊക്കെ കുറേ ഉണ്ടായി. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഗൈസ് അവിടെ ഹോഴ്സ് ഫീഡ് എടുക്കുന്നുണ്ട്. പിന്നെ ആ സൈഡൊക്കെ അടിപൊളിയാണല്ലേ ഗ്രൗണ്ട്. അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, പക്ഷെ ഇവിടെയൊക്കെ ഫെൻസ് ഉണ്ട്. സോ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് സതി വില്ലേജിലാണ്. ഈ സ്ഥലം ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് മറ്റേ അവർ കുതിരകളെയും അവരുടെ കാറ്റിൽസിനെയൊക്കെ ഫുഡിന് വേണ്ടി മേയ്ക്കുന്ന സ്ഥലം ഇതാണ് ഗൈസ്. നല്ല രസമാണ്. ചുറ്റും വലിയ രണ്ട് വശങ്ങളിലായിട്ട് മലകളാണ്. അതിന് നടുക്ക് ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ട്. പിന്നെ എനിക്ക് ആ ഓപ്പോസിറ്റ് ആ ഭാഗങ്ങളിലൊക്കെ ചെറിയ ഫോറസ്റ്റാണ്. അവിടെ എനിക്ക് തോന്നുന്നു വോൾഫ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിരുന്നു, ഇങ്ങനെ അവിടെ നിന്ന് വന്ന് ഒരു കുതിരകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഉള്ളവർ നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളിങ്ങോട്ട് നടന്നു വരുന്ന വഴി ഒരാൾ നോക്കുന്നുണ്ടായി. ചിലപ്പോൾ അയാൾ വന്ന് വിളിക്കുമായിരിക്കും. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ കാറ്റിൽ ബ്രീഡിങ് ആണ്. കാറ്റിൽസിനെ റെയർ ചെയ്ത് അതാണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. പിന്നെ നല്ല നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് കുതിരയുടെ ചാണകമാണ് പോകുന്നത്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. വളഞ്ഞ വഴിയല്ലേ ഗൈസ്. ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഇറങ്ങാൻ നിൽക്കരുത്. കാരണം ഇത് ചെല്ലുന്നത് ചാണാക്കുഴിയിലേക്കാണ്. അവിടെയൊക്കെ ചാണാക്കുഴിയാണ് ഗൈസ്. അപ്പോൾ ഇത് വരുന്നത് ഏതെങ്കിലും ഒരു ചാണാക്കുഴിയിൽ നിന്നായിരിക്കും. പക്ഷേ വെള്ളം ക്ലിയർ ആണ്. ബട്ട് വൈ? അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. ഭയങ്കര തണുക്കുന്നു. അതുമല്ല അവർ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. സോ ഇത് ചാടിക്കിടക്കണം. ചാടിക്കടന്നു. ഞാൻ ചാടിക്കിടക്കട്ടെ ഗൈസ്. അർജുനെ ഞങ്ങൾ തിരിച്ച് ഹോം സ്റ്റേയിലേക്ക് പോവാണ്. ഹോം സ്റ്റേ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ പോലെ തന്നെ. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങളവിടെ ഒച്ചപ്പാടായിരുന്നില്ല. ഞങ്ങളുടെ രീതിയിൽ സന്തോഷിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് രാത്രി ഇവിടെ വന്നേക്കണ ഗസ്റ്റുകളെല്ലാവരും ഒരു 8 മണിയാകുമ്പോഴേക്കും ഉറങ്ങും. നമ്മൾ 10 മണിയൊക്കെ കഴിഞ്ഞാലും ഉറങ്ങില്ലല്ലോ. അപ്പോൾ അവർ വന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടായി ഇന്നലെ രാത്രി. ഒച്ചപ്പാടുണ്ടായതിനു ശേഷം ഞങ്ങളെല്ലാവരും സമാധാനത്തോടെ കിടന്നുറങ്ങി. വേറെ പ്രശ്നങ്ങളൊന്നും അതെ. ഫൈവറ് ഇത്രയും പൊക്കോട്ട് ഇത്രയും പൊക്കോളം പട്ടിയാണ് കൈസ്. പട്ടിയുടെ പല്ല് കണ്ടോ? പട്ടിയുടെ പല്ല്, കൂർത്ത പല്ല് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇറങ്ങിപ്പോയി. എന്തൊക്കെയായിരുന്നു. ഞാനിത് പുറകില് വന്ന് അറിഞ്ഞത് തന്നെ ഇത് തൊട്ട് അപ്പഴെന്ത് മൈരാന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ പയ്യെ നടത്തി. ഇതിലൂടെ വേറെ ഗോൾഡൻ റിട്രീവർ പൈപ്പ് ഭയങ്കര പൂരൊക്കെയാണ്. അത് ആദ്യമേ പോയല്ലേ? അത് ആദ്യമേ അവിടേക്ക് പോയി. അത് ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കണ്ടേ കുറെ. എന്നിട്ട് അതായത് അവിടേക്ക് ഇത് ഗപ്പിൾസ
അതെ അതെ, വേറെ 5 കൂടി ഉണ്ട്, പക്ഷെ അത് വേറെ ആളെ പിടിച്ചിട്ട്. ഇവിടെ ഉള്ളവരെ പട്ടിക്ക് ഭയങ്കര പേടി. പക്ഷെ സീനില്ല, ലൈക്ക് എല്ലാം ഹാംലെസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഈ മണ്ടനായോണ്ട് അവന് ഓടിയാ ഈ കുതിര. എടാ പക്ഷെ അങ്ങനെയല്ലടാ, പട്ടിയുടെ സൈസ് നമ്മുടെ നാട്ടിലെ നാടൻ പട്ടിയുടെ സൈസ്. എന്താ പറയണ, ഇതിന് ഇവിടെ നല്ല തണുപ്പായോണ്ട് അതിന്റെ ആയത് പൂട വെച്ചിട്ടാ, അപ്പൊ അത് ഇത്തിരി ആരോഗ്യം തോന്നും. ഈ കുതിരേനെ കണ്ടോ, മാങ്ങാത്തോലി പട്ടി പറക്കേണ്ട കാശ്. പോവാത്തെ ഒരു സീനും ഇല്ല. പട്ടിക്ക് സൈഡ് കൊടുക്കുമോ? സൈഡ് കൊടുക്കാണ്ടാണോ? സൈഡ് അത് കുഴപ്പമില്ല, അത് തൊട്ടിട്ടൊക്കെ പോവും. നക്കിയിടോ? നക്കില്ല, തൊട്ടിട്ടോ. ഓ ഭാഗ്യം, നമ്മളെന്തായാലും വീടെത്തി. ഇന്നലെ നിശ്ചരാം ഗൈസ്. ഇവനാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. ഫഹീമിനെ തരും പറഞ്ഞത്. ഇവരാണ് ഗൈസ് നമ്മളായിട്ട് ഇന്നലെ രാത്രി പ്രശ്നം ഉണ്ടാക്കി. റഷ്യക്കാരനാണോ? അപ്പൊ ഇതിന്റെ മുതലാളിയാ. അപ്പ പുള്ളിയുടെ ഉറക്കം പോയി ഇന്നലത്തെ. മറ്റേ ചേച്ചി രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റില്ലേന്ന് ചോദിച്ചു. ഇനി ഫഹീമിന്റെ തലയൊട്ടിച്ചിട്ട് ഇവിടെ വെക്കും ഗൈസ് നാളെ. ഇന്ത്യൻ സാറിനോട്ടല്ലോ. തിരിച്ചു വരുമ്പോ മറ്റേ സെറ്റപ്പ് അല്ലേ, മറ്റേ ആടിന്റെ തല വെട്ടിയിട്ട് വെക്കില്ലേ, അതുപോലെ ഫൈവിന്റെ തല വെട്ടി വെച്ചിട്ട് നോ ഹലാൽ. അതൊരു സിനിമ ഉണ്ടല്ലോടാ, സ്കേറി മൂവി പോലത്തെ. അപ്പൊ ഞങ്ങള് സതി വില്ലേജിൽ നിന്ന് പോവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കോൾസായിലേക്കാണ്. ഇപ്പം മോർണിംഗ് ഏകദേശം ഒരു 10:15 അല്ല 10 മണി ആയിട്ടുള്ളൂ. 10 മണിയായി. ഓക്കെ, നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ്, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എത്ര മണിക്കൂർ ഡ്രൈവ് ഉണ്ട്? ഇവിടുന്ന് 15 കിലോമീറ്റർ ആണ് ഡ്രൈവ്. 17 മിനിറ്റ് ഏകദേശം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഗൈസ്, നമ്മൾ കോൾസായി ലേക്കിൻ്റെ അവിടെ എത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കോൾസായി ലേക്കിലേക്ക് നടന്നു പോകുന്നത്. ഓക്കെ, മേടിക്കണം. കുറച്ച് നടക്കാനുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് കോൾസായി ലേക്ക്. ഞാൻ കാണിച്ചു തരാം. അതിൽ റോഡുണ്ട് ഗൈസ്, അതിൽ കൂടെ നമുക്ക് നടന്ന് കോൾസായി ലേക്ക് എത്താവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഹോഴ്സ് ഒരുമിച്ച് ഫോട്ടോ എടുക്കാനുള്ളൊരു, ഹോഴ്സിൽ കയറി ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാൽക്കൺ ഉണ്ട്. ഫാൽക്കണിനെ കയ്യിലെടുത്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ഏകദേശം 500 ടെങ്കിയൊക്കെ ആവുന്നുള്ളൂ.
ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കോൾസായി ലേക്കിലാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു പാത്ത് വേ ഉണ്ട്. നമുക്കതിൽ കൂടെ നടന്ന് ഇങ്ങനെ ഈ ലേക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. സൈഡിൽ കാണുന്നതാണ് ലേക്ക്. ഗൈസ്, കോൾസായി ലേക്ക് ബോട്ട് റൈഡിന് പോവാണ്. ഏകദേശം 10,000 ടെങ്കയാണ് 4 പേർക്ക് വരുന്നത്. ഇവിടെ 40 മിനിറ്റ്സ് പെഡൽ ബോട്ട്സ് ആണ്. 4 പേർക്ക് കയറാം. ഗൈസ്, അപ്പോൾ നമ്മൾ പെഡൽ ബോട്ടിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഫഹീമൊക്കെ ബാക്കിൽ സുഖിക്കാണ്.